ഹലോ, വെൽക്കം മൈ സിബിൻ സ്റ്റിച്ചിങ് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റിച്ചിങ് ആണ്. മുമ്പ് നമ്മളൊരു ഫ്രോക്കിന്റെ മോഡൽ കാണിച്ചിരുന്നു. ആ ഫ്രോക്കിന്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിന്റെ ഓരോരോ പാർട്സുകളാണ്. ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ബോ അഥവാ ബട്ടർഫ്ലൈ അതിനുള്ളൊരു പീസാണത്. അപ്പോൾ പീസ് നോക്കുക. പിന്നെ ഇത് ഈ ബോമ തന്നെ ഇങ്ങനെ ചെറിയ ഒരു ടൈലായിട്ട് വരും. അതിനുള്ള രണ്ട് പീസുകളാണ്. രണ്ട് പീസ് ഇത് രണ്ട് ടൈലുകളാണ് ഒരു ചെറുതായിട്ട്. ഇത് പിന്നെ രണ്ട് പീസ് നമ്മുടെ ബാക്കിക്ക് സൈഡിൽ നിന്ന് ബാക്കിലോട്ട് കെട്ടാനുള്ള രണ്ട് പീസുകൾ. അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ് ആണ് ഇപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബോ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ബോ ഒരു ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ബോയുടെ സ്റ്റിച്ചിങ് കാണാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, വീഡിയോ റെഡിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ബോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം ഇത് കണ്ടത് വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടോ എന്നൊരു സംശയം, ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, ഹലോ, വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ മുമ്പൊരു ഫ്രോക്ക് കാണിച്ചിരുന്നു. അതിന്റെ കട്ടിങ് കഴിഞ്ഞിരുന്നു, കട്ടിങ് എന്ന് കാണിച്ചിരുന്നു. അപ്പോൾ അതിന്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഇതിന്റെ ഓരോരോ പാർട്സുകളാണ് ഫ്രോക്കിനുള്ള. ഇത് ചെറിയൊരു ബട്ടർഫ്ലൈ അതിനുള്ള പീസാണ്. അത് ഫ്രണ്ടിൽ വരും. ആ ബട്ടർഫ്ലൈമേ തന്നെ രണ്ട് ടൈൽ ഇങ്ങനെ ചെറുതായിട്ട് രണ്ട് ടൈല് വരും. അതിനുള്ള പീസുകളാണ് ഇത്. പിന്നെ സൈഡിൽ നിന്ന് ബാക്കിലോട്ട് പിടിച്ച് കിട്ടാനുള്ള രണ്ട് വള്ളി എന്നൊക്കെ പറയും, അതാണ്. അപ്പോൾ അതിന്റെ സ്റ്റിച്ചുകളാണ് ആദ്യം കാണിക്കുന്നത്. ബോ ചെറിയ ബോ ഫ്രണ്ടിൽ വരാനുള്ളതാണ്. അപ്പോൾ അതിന്റെ സ്റ്റിച്ചിങ് എങ്ങനെ ശ്രദ്ധിക്കുക. ഒരു ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കും നമ്മൾ. ഓക്കെ ഓക്കെ, സ്റ്റിച്ചിങ് ശ്രദ്ധിക്കുക. കാണും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇല്ല, കെട്ടിട്ടടിച്ചു കൊണ്ടുക. ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം, കാരണം ഇത് അടിച്ചു മറിക്കാനുള്ളതാണ്. ഇപ്പൊ അടിച്ചു മറിക്കാനുള്ള ഗ്യാപ്പ് കൊടുത്തു. നമ്മൾ ഇതിനെ അടിച്ചു മറിച്ചെടുക്കണം. അടിച്ചു മറിക്കുന്നത് കാണിച്ചു തരാം. കുറച്ച് ചെറിയ ഫ്രോക്കാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പാർട്സുകൾ ശ്രമിച്ച് സബൂറോടെ കാത്തിരിക്കുക. ഓരോന്നും കണ്ട് മനസ്സിലാക്കുക. അപ്പൊ 3 ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ്ങിനനുസരിച്ച് ഇവിടെ നിന്ന് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ലെമിങ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോ നമ്മൾ മേലെ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. മേലെ സ്റ്റിച്ച് വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് നമുക്ക് തുമ്പൊക്കെ ഒപ്പം കറക്റ്റ് ആക്കിയിട്ട് മടക്കി കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം ശരിയാകും. ഓക്കെ, കറക്റ്റാണ്. ഇനി ഇതിനെ നമുക്ക് നാല് ചതുർ പീസായിട്ടാണ് 4 ഭാഗം നമ്മൾ സ്ക്വയർ ആയിട്ട് ഇതിനായി തെന്നിന് അടിച്ചെടുക്കുക. അപ്പൊ ഇതാണ് ഫ്രണ്ടില് ഒരു ബട്ടർഫ്ലൈ പോലെ വരും. അതിനുള്ള പീസാണ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ഇതാണ് ബട്ടർഫ്ലൈ. ഇതിന് നമ്മൾ ഫ്രണ്ടിൽ ആ ടൈലൂടെ വന്നിട്ട് അതിന്മേൽ വെച്ച് കൊടുക്കുമ്പോഴാണ് അതിന്റെ ഭംഗി. ഇനി ടൈൽ അടിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഭാഗം കോണായിട്ട് പൂർപ്പിച്ച് കൊടുക്കുക. ഇത് സ്ട്രെയിറ്റ് ആയിട്ട്. ഇവിടെ നിന്നാണ് നമുക്ക് അടിച്ചു മറിക്കേണ്ടത്. അപ്പൊ ഈ ഭാഗം ഏത് ഭാഗമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് തൂങ്ങുന്ന ടൈല് പോലെ വരുന്ന ഭാഗമാണ്. ഇത് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ട ഭാഗമാണ്. അപ്പൊ അറ്റാച്ച് ചെയ്യേണ്ട ഭാഗം അവിടെ ഇട്ടിട്ട് മറ്റേ ഭാഗം ഇങ്ങനെ ചെറിയൊരു ഷേപ്പ് കോണിൽ കൊടുക്കണം. കോണാകൃതിയിൽ വരുന്നുണ്ടാവും. രണ്ട് പീസ് വരും. ഇനി ഇതിനെ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ടിനെയും ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അപ്പൊ നമ്മൾ ടൈം 2 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിനെ അടിച്ചു മുറിക്കണം. അടുപ്പിന് എടുക്കേണ്ടത് ശ്രദ്ധിക്കുക. ഇവിടുന്ന് അങ്ങനെ അടിച്ചു മുറിച്ചു കൊടുക്കുക. ഒരു ചെറിയ പോയിന്റുള്ള എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ കരുതുക. എന്നിട്ട് അതിനെ വെക്കുക. ഇതിനെ അടിച്ചു മുറിച്ചു കൊടുക്കുക. ഇല കിട്ടി കഴിഞ്ഞാൽ പിടിച്ച് വലിച്ചു കൊടുക്കുക. കിട്ടി ഇനി ഇതിനെ നമ്മള് നല്ല കോൺ പോലെ തന്നെ എടുക്കണം. അങ്ങനെ നമ്മളെ ഗൗണിന്റെ ബട്ടർഫ്ലൈക്കുള്ള ഒരു ഭാഗം നമ്മൾ അടിച്ച് മുറിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി അടുത്ത പീസും ഇതാ ഇതുപോലെ അടിച്ചെടുത്ത് മുറിച്ചു കൊടുക്കുക. ഇത് കുറച്ച് ടൈം എടുക്കും. ഞാൻ പറഞ്ഞ